വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ആ സൂര്യ തേജസ്സായി നമ്മുടെ ഇളയ തലവതി വിജയണ്ണനെ കാണാൻ അടുത്തെത്തിക്കൊണ്ടിരിക്കണ നനച്ച വണ്ടി നമുക്ക് ഏകദേശം കിട്ടാനുള്ള അടുത്തുള്ള വഴിയായി. എന്താ അവിടെ? അയ്യോ കുട്ടി അറിഞ്ഞില്ലേ? നടൻ വിജയുടെ ആരാധന മൂത്ത് കാൽനീടയായി അദ്ദേഹത്തിനെ കാണാൻ പോയ ഒരു ആരാധകന്റെ കഥയാണ് ഇനി പറയാനുള്ളത്. ഉണ്ണിക്കണ്ണനാണ് ഈ ആഗ്രഹ സാഫല്യം ഉണ്ടായത്. മഹാലിംഗപുരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് വിജയെ അയാൾ കണ്ടു. വിജയിലെ കപ്പ് മുക്കി ഉണ്ണിക്കണ്ണ മകളുടെ മുമ്പ് നനച്ച വണ്ടി കിട്ടിയേ. നനച്ച വണ്ടി കിട്ടി. വിജയ് സാറിനെ കണ്ടു. കൊള്ളാം, എവനാള് കൊള്ളാം. ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ. ഇത് വിജയ് സാറ് തന്നാണ് ആപ്പിളും ബിസ്ക്കറ്റൊക്കെ. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. അറിഞ്ഞടാ, എല്ലാം ഞാൻ അറിഞ്ഞു. നീ ഭാഗ്യവാനാ. മനസ്സിൽ നന്മയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. അപ്പോ നനച്ച വണ്ടി കിട്ടി ഉണ്ണിക്കണ്ണൻ മകളുടെ ഉമ്മ. നമുക്ക് ആ നനച്ച വണ്ടി കിട്ടി മുത്തുകളെ ഉമ്മ. എന്നയാ നടക്കുന്നത് തലവരെ, നടന്നത്. ഭാര്യയുടെ പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ. അവര് വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്. വിജയണ്ണൻ എന്നെ സെറ്റിന്ന് തോളിൽ കയറ്റിട്ടാണ് കൊണ്ടുവന്നത്, കേരളയിൽ കൊണ്ടുവന്ന്. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല, അവര് അയച്ചു തരും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണന് കേരളന്റെ ഒരു 10 മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ്. എല്ലാം വിധിയുടെ വിളയാട്ടം. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ വന്ന്, അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴിയുണ്ട് വന്നവിടെ. ഞാൻ പറഞ്ഞു കുറെ പ്രാവശ്യം ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് അണ്ണൻ കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച്. ഭയങ്കരமான ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. വർഗിച്ച യവം പുലിയാണ് ഏട്ടാ. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ. വികിലേക്ക് അപ്പു മുഖ്യം. നമുക്ക് നനച്ച വണ്ടി കിട്ടി. ഉണ്ണിക്കണ്ണൻ മകളുടെ ഹൃദയം നിറഞ്ഞുമ്മ. വിജയണ്ണൻ ദൈവമാണ്. ആ ദൈവത്തിന് നമ്മൾ കണ്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാ. ഉമ്മ സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിഞ്ഞു പോവാം.